നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോൻ ഉറങ്ങിയോ ചീരു? ആ ഉറങ്ങി ആന്റി. എടി ചായ ഇതാ. ഇത് വേണം നിനക്ക്? വേണ്ട, നീ കഴിക്ക്. കുറച്ച് കഴിക്കേ. അനന്തമാഷ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തോട് പറയാനും ഉണ്ടായിരുന്നു. ആ ഇനിയിപ്പോ അത് നിങ്ങളോട് പറയാം. നിങ്ങളത് അച്ഛനെ അറിയിച്ചാൽ മതി. ഞാൻ പിന്നീട് മാഷിനെ വിളിച്ച് പറഞ്ഞോളാം. അത് ഇന്ദുവിന്റെ കല്യാണം ഞങ്ങൾ ഏതാണ്ടങ്ങ് ഉറപ്പിച്ച മട്ട. ആഹാ ആഹാ പറഞ്ഞു വരുമ്പോ ഇവളുടെ ഒരു മുറച്ചെറുക്കനായിട്ട് വരും പയ്യൻ. നിങ്ങൾ ചിലപ്പോ കണ്ടു കാണും. ആ ചടങ്ങിനുണ്ടായിരുന്ന മന്ദാകിനിയുടെ മകൻ മഹേഷൻ. ആ അന്ന് കല്യാണത്തിനുണ്ടായിരുന്നില്ലേ ഒരു വണ്ണുള്ളൊരു അമ്മയും മോനും? ആ അത് തന്നെ. ആ അത് തന്നെ. സച്ചേട്ടന്റെ വകയിലൊരു സിസ്റ്റർ ആയിട്ട് വരും മന്ദാകിനി. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് പറയുന്നത് പോലെ ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ മഹേഷിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾ ആരും ആ വഴിക്ക് ചിന്തിച്ചില്ല. പിന്നെ അവനും ഒരു കല്യാണം കഴിക്കാനായിട്ട് മാട്രിമോണിയിലൊക്കെ കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോരോ സംസാരത്തിനിടയിൽ എന്തിനാ പെണ്ണിനെയും ചെറുക്കനെയൊക്കെ തിരക്കി പുറത്തേക്ക് പോകുന്നേ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആവാന്നൊരു തീരുമാനത്തില് ഞങ്ങൾ രണ്ടു കൂട്ടരും എത്തി. അതെന്തായാലും നന്നായി അങ്കിളെ. ഈ നേരത്തെ അറിയുന്നവരാവുമ്പോഴേ വേറൊന്നും പേടിക്കണ്ടല്ലോ. അന്നാ പയ്യനെ കണ്ടപ്പോഴേ തോന്നി അവനാളൊരു അമ്മക്കുട്ടിയാണെന്ന്. അതെ അതെ, നല്ല അച്ചടക്കവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളവനാ. മന്ദാകിനി പറയുന്നതിനപ്പുറം ഒരു ലോകം അവനില്ല. അങ്ങനെയാണെങ്കിലും സൂക്ഷിക്കണം. അമ്മയെ മാത്രം അനുസരിക്കുന്ന മകൻ ഭാര്യയെ അനുസരിക്കില്ലെന്ന എന്റെ ഒരു അനുഭവം. മഹേഷേട്ടൻ എന്റെ വരുതിക്ക് നിന്നില്ലെങ്കിലേ ഞാൻ മഹേഷേട്ടനെ ഓടിക്കും. കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തോ അങ്ങളെ? ഇല്ല, അതിന് ചെറിയൊരു കടമ്പൂടി ബാക്കിയുണ്ട്. ഗോകുലിന്റെ കല്യാണം കൂടി ഒരുമിച്ച് നടത്തിയാലേ ഇവള് കല്യാണത്തിന് തയ്യാറാവൂന്നാ പറയുന്നേ. എന്റെ കല്യാണത്തോടൊപ്പം ഏട്ടൻ പിന്നെ കല്യാണം കഴിച്ചില്ലെന്ന് വരും. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ. ആ രണ്ട് കല്യാണവും ഒരുമിച്ച് നടത്തുന്നത് തന്നെയാ അങ്കിളെ നല്ലത്. അല്ല, ഗോകുൽ ഇതുവരെ സമ്മതിച്ചില്ലേ? അവന് സമ്മതക്കുറവൊന്നുമില്ല. പക്ഷേ അവനൊരു ഡിമാൻഡുണ്ട്. അനന്തം മാഷ് കാണിച്ചു കൊടുക്കുന്ന പെണ്ണിനെ മാത്രമേ അവൻ കല്യാണം കഴിക്കൂ. അത് ഒരിക്കൽ മാഷും അവനും കൂടി ഉണ്ടാക്കിയെടുത്തൊരു കരാറാ. ഗോകുല് കല്യാണം കഴിക്കുന്ന പെണ്ണിനെ ആനന്ദം മാഷ് കണ്ടെത്തി തരുമെന്ന് അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ വെച്ചൊരു വാക്ക് വന്നു തന്നു. പിന്നെ മാഷ് ഓരോരോ തിരക്കിനിടയിൽ അതങ്ങ് മറന്നുപോയി കാണും. അത് ഒന്നുകൂടി ഒന്ന് മാഷിനെ ഓർമ്മിപ്പിക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ, അല്ലേടി? അതെ അതെ. ചായ കുടിക്കാൻ കുടിക്കുന്നുണ്ട് മോളെ. ചീരു വേണം? വേണ്ട, നീ കഴിച്ചു. അമ്മ ഇങ്ങോട്ട് വന്നില്ലല്ലോ ഏട്ടാ. അതിനു മുമ്പ് ഏട്ടൻ ഇവിടുന്ന് പോകുന്ന എന്തിനാ? അമ്മ വന്നതിന് ശേഷം ഒരു സീൻ ഉണ്ടാക്കി പോകുന്നതിനേക്കാളും നല്ലതല്ലേ അതിനു മുമ്പേ ഇറങ്ങുന്നത്. അമ്മയുടെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ജാമ്യം കിട്ടിയാ അമ്മ ഇങ്ങോട്ട് തന്നെ വരും. ഒരു തവണ കൂടി ഇന്ദ്രേട്ടനും അനുചേച്ചിക്കും അമ്മയോടൊന്ന് ക്ഷമിച്ചൂടെ? നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് എല്ലാവർക്കും സങ്കടം ഇന്ദ്രേട്ട. ആ സങ്കടം പെട്ടെന്ന് മാറും പ്രതിഭേ. ഞങ്ങളിവിടെ നിന്നാലായിരിക്കും ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടുന്നത്. അതൊക്കെ ഏട്ടന്റെ വെറും തോന്നല.
അമ്മ എന്തായാലും പുതിയൊരാളായിട്ടായിരിക്കും തിരിച്ചു വരിക. ഏട്ടനൊന്ന് പരീക്ഷിച്ചു നോക്ക്. എന്നിട്ടും പിടിച്ചു നിൽക്കാനാവുന്നില്ലെങ്കിൽ ഏട്ടൻ പൊയ്ക്കോ. ഇല്ല, ഇനി ഒരു പരീക്ഷണത്തിനും ഞാനില്ല. തീരുമാനിച്ചത് തന്നെ. ഏട്ടാ, ഞങ്ങളാരും അല്ലല്ലോ അമ്മയെ ജാമ്യത്തിലിറക്കിയത്. ആരും അമ്മയെ ജാമ്യത്തിലിറക്കാൻ തയ്യാറായതിന് ഇന്ദ്രേട്ടൻ ഈ വീട് വിട്ടു പോകാൻ തയ്യാറായാൽ ഞങ്ങളൊക്കെ പിന്നെ എങ്ങോട്ട് പോവും? സത്യ, ഞാൻ പോയതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും അമ്മയെ ജാമ്യത്തിലെടുക്കാൻ തയ്യാറായവരാ. അതുകൊണ്ട് അമ്മയായിട്ട് ഒത്തുപോകാനും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റണം. അമ്മ ജാമ്യത്തിലിറങ്ങുന്നതിനോ ഇവിടേക്ക് തിരിച്ചു വരുന്നതിനോ ഞാനെതിരല്ല. പക്ഷെ ഇനി ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇന്ദ്രേട്ടന് പോകാൻ അനുചേച്ചിയുടെ വീടുള്ളതുകൊണ്ടല്ലേ പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്നത്. സത്യന് വേണമെങ്കിൽ പ്രതിഭയുടെ വീട്ടിലേക്കും പോവാം. അമ്മയോട് പ്രതിഷേധിച്ചെങ്കും പോകാനില്ലാത്തത് എനിക്കും സോനയ്ക്കുവാ. സത്യൻ എവിടെയും പോയില്ല ശ്യാം. പ്രതിഭ അമ്മയോട് ക്ഷമിച്ചില്ലേ? അമ്മയായിട്ട് സഹകരിച്ചു പോകണമെന്ന് പ്രതിഭയുടെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോ അവനത് അംഗീകരിക്കുകയും ചെയ്തില്ലേ? പ്രതിഭ അമ്മയോട് ക്ഷമിച്ചതുകൊണ്ട് സത്യേട്ടൻ അമ്മയെ അംഗീകരിക്കാൻ തയ്യാറായി. പക്ഷെ ഏട്ടൻ അമ്മയോട് ക്ഷമിക്കാത്തത് ഏട്ടത്തി സമ്മതിക്കാത്തത് കൊണ്ടാവുമല്ലേ? ഏട്ടത്തി പഞ്ചരത്നത്തിലേക്ക് പോയതും ഇന്നലെ ഏട്ടൻ വിച്ചുമോനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റിയതും ഒക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാനുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു അല്ലേ? ഇതൊക്കെ ഇന്ദ്രേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഒക്കെ ഏട്ടത്തിയുടെ കളികളായിരിക്കും. ഏട്ടനിപ്പം ഞങ്ങളെക്കാളൊക്കെ വലുത് അവരല്ലേ? അതേടി, എനിക്കിപ്പോ എല്ലാവരെക്കാളും വലുത് അനുപമ തന്നെയാ. അതിനുള്ള യോഗ്യത അവക്കുണ്ട്. നമ്മുടെ അമ്മ അനുവിനോട് ചെയ്ത ദ്രോഹം നിന്നോടാണ് അമ്മ ചെയ്തതെങ്കിൽ നീ ജന്മ അമ്മയെ അടുപ്പിക്കുമായിരുന്നോ? അമ്മ ഇവിടുന്ന് അവസാനമായിട്ട് ഇറങ്ങിപ്പോകുമ്പോഴും അനുവിനോട് പറഞ്ഞത് തിരിച്ചു വന്നിട്ട് നിനക്ക് കാണിച്ചു തരാടിയെന്നാ. എന്നിട്ടും അതുപോലും മറന്ന് അമ്മയെ ജാമ്യത്തിലെടുക്കണമെന്ന് എന്നോട് പറഞ്ഞവളാ അനു. ഞാൻ ചീരുവിനും കുഞ്ഞിനെയും കാണാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴും അവൾ പറഞ്ഞത് അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണമെന്നാ.